അതായത് ഞങ്ങൾ രാവിലെ എണീറ്റ് നോക്കിയപ്പോൾ കണ്ട കാഴ്ചയാണ് നമ്മുടെ പുഴയിൽ മീനുകളൊക്കെ ചത്തു പൊങ്ങിക്കിടക്കുന്നതായിട്ട്. ഇന്നലെ രാത്രി മഴ പെയ്തു. അതേപോലെ തന്നെ ഇവിടുത്തെ ഷട്ടർ തുറന്നിട്ടുണ്ടെന്നാണ് അറിഞ്ഞത്. അതിൻ്റെയൊക്കെ ആയിരിക്കും, നല്ല വെള്ളം കയറിയതിൻ്റെ ആണെന്നാണ് അറിഞ്ഞത്. നിറച്ചും മീന് ചത്തു പൊങ്ങിയൊക്കെയാണ്. നമുക്ക് കാണാം. അതെ, ഇവിടെ നമുക്ക് നോക്കാം. കൂരിയും അതേപോലെ തന്നെ പൊടിമീനുകളെല്ലാം ചത്തു പൊങ്ങിയിരിക്കുകയാണ്. ഇന്നലെ കൊണ്ടുവന്ന വലയാണ്. വള്ളത്തിൽ കണ്ടോ, ഇന്നലെ വലയിടാൻ പോയി വന്നതാണ്. ഈ വള്ളത്തിൽ ഇന്ന് രാവിലെ പോയി എടുത്തപ്പോൾ ഇതേപോലെ ചത്ത് മീനുകളുണ്ട്. ഈ മീനുകളെല്ലാം ചത്തു പൊങ്ങിയത് കൊണ്ട് തന്നെ ഇന്ന് വലയിട്ട മീനുകളൊന്നും എടുത്തുമില്ല. എല്ലാം അതേപോലെ തന്നെ ഇടുകയാണ് ചെയ്തത്. അവിടെ നമുക്ക് നോക്കാം. കൂരിയും അതേപോലെയുള്ള മീനുകളൊക്കെ ചത്തു പൊങ്ങിക്കിടക്കുകയാണ്. ഇവിടെ നിറച്ചും ഇത് തന്നെയാണ്. ചത്ത മീനുകളൊക്കെ തന്നെ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ ഒഴുകി തന്നെ കാണാം. ചെറിയ കുഞ്ഞുങ്ങളൊക്കെ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോ എന്നറിയില്ല. കുഞ്ഞുങ്ങളൊക്കെ ഇത് മുകളിൽ വന്ന് ശ്വാസം എടുക്കാൻ കഷ്ടപ്പെടുന്ന കാഴ്ചയില്ല നമുക്ക് ഇവിടെ നിന്ന് കാണാൻ സാധിക്കുന്നുണ്ട്. ഇങ്ങനെ നമുക്ക് മീനുകളൊക്കെ ചത്തു പൊങ്ങിക്കിടക്കുകയാണ്. ഇതിൻ്റെ സൈഡിലും ഒക്കെ ചത്തു പൊങ്ങിയിട്ടുണ്ട്. ഒരു മഞ്ഞക്കൂരിയൊക്കെ നമുക്ക് അവിടെ കിടക്കുന്നത് കാണാൻ പറ്റും. ഇത് കണ്ടോ, ഇപ്പോൾ വെള്ളം ഇറക്കമാണ്. അതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ ഈ മണ്ണിലൊക്കെ നമുക്ക് ചത്തു പൊങ്ങിയിരിക്കുന്നത് കാണാൻ സാധിക്കുന്നത്. നമ്മളിപ്പോൾ വള്ളത്തിൻ്റെ ഇപ്പുറത്തെ സൈഡിൽ വന്ന് നോക്കുമ്പോഴും കാണുന്ന കാഴ്ചകൾ കണ്ടോ, മീനുകളൊക്കെ ചത്തു പൊങ്ങി. ഇവിടെ ഇപ്പോൾ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ മറ്റേ പുല്ലനും കണ്ണിയും ഇതെല്ലാം ചത്തു പൊങ്ങിയേക്കുന്നത് കാണാൻ പറ്റും. കണ്ടോ, ഇവിടെയൊക്കെ പുല്ലൻ, കണ്ണി അതേപോലെയുള്ള മീനുകളൊക്കെയാണ് ഇവിടെ ചത്തു പൊങ്ങിയിരിക്കുന്നത്. എന്നാൽ പരലിൻ്റെ കുഞ്ഞുങ്ങളും ഒക്കെ ഉണ്ട്. ഇതൊക്കെ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് സൂക്ഷിച്ച് നോക്കിക്കഴിഞ്ഞാൽ ഇതിൻ്റെയൊക്കെ കുഞ്ഞുങ്ങളെയൊക്കെ കാണാം. ഈ നമ്മുടെ കൂരിയുടെ കുഞ്ഞുങ്ങളും ഒക്കെ ഉണ്ട് ഇവിടെ. എല്ലാം നമുക്ക് അവിടെ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ ചത്തു ഒഴുകിപ്പോകുന്നതൊക്കെ കാണാൻ പറ്റും. ഒഴുക്കിൽ നടുക്കൂടി, പുഴയുടെ നടുക്കൂടി ഒഴുകിപ്പോകുന്നതൊക്കെ നമുക്ക് കാണാൻ പറ്റും. വളരെ വേദനാജനകമായിട്ടുള്ളൊരു കാഴ്ചയാണ് ഇതൊക്കെ. ഇതേപോലെ ചത്തു പൊങ്ങുക, മീനുകളൊക്കെ ചത്തു. ഈ വേനലിൽ ഇതേപോലെ ഒന്നും വന്നില്ല. പക്ഷേ ഈ മഴ തുടങ്ങിയ സമയത്താണ് ഇതേപോലെ ചത്തു പൊങ്ങുന്ന രീതിയിലേക്ക് വന്നത്. സാധാരണ വേനലിലാണ് വരാറുള്ളത്. പക്ഷേ വേനലിൽ ഇപ്രാവശ്യം മീനുകളൊന്നും ചത്തു പൊങ്ങിയില്ലായിരുന്നു. പക്ഷേ മഴ തുടങ്ങിയ സമയത്താണ് ഇതേപോലെ ചത്തു പൊങ്ങുന്നത്. വലിയ മീനുകളൊക്കെ ചത്തതായി കിടക്കുന്നത് കാണാം. വലിയ മീനുകൾ ശ്വാസം എടുക്കാൻ വേണ്ടി വരുന്നതൊക്കെ നമുക്കിവിടെ നോക്കിയാൽ കാണാം. അടിയിലൊക്കെ കുഞ്ഞുങ്ങളാണ് കൂടുതലും. മീൻ കുഞ്ഞുങ്ങളാണ്, വലിയ മീനുകളല്ല. കുഞ്ഞു മീനുകളാണ് ഈ ഇത് ചെയ്യുന്നത്. മീൻ കുഞ്ഞുങ്ങളാണ് കിടന്ന് ശ്വാസം എടുക്കാൻ വേണ്ടി കഷ്ടപ്പെടുന്ന വെള്ളത്തിൽ. വെള്ളം തീർത്തും മലിനമായിട്ടാണോ അതോ എന്താണെന്നറിയില്ല, ശ്വാസം കിട്ടാൻ പാടുപെടുന്നുണ്ട് എല്ലാ മീനുകളും. മീൻ കുഞ്ഞുങ്ങളൊക്കെ പോകുന്നത് കാണാം. നമുക്ക് അവിടെ നോക്കിയാലും മീൻ കുഞ്ഞുങ്ങൾ ശ്വാസം എടുക്കാൻ വന്ന് ഓളം ഉണ്ടാക്കുന്നതൊക്കെ കാണാം. വളരെ നിരാശാജനകമായിട്ടുള്ള ഒരു കാഴ്ച തന്നെയാണിത്. നമുക്ക് ഇവിടെ ഇങ്ങനെ ചത്തു പൊങ്ങി തന്നെ കിടക്കുകയാണ് മീനുകൾ. ഇവിടെ എല്ലാ മീനുകളും ഒക്കെ നമുക്ക് കാണാം. നിറച്ച് മീനുകൾ ചത്ത് കിടക്കുന്നതാണ്. ആ കുഞ്ഞു മീനുകൾ ശ്വാസം എടുക്കാൻ വേണ്ടി വരുന്നതൊക്കെ നമുക്കിവിടെ കാണാൻ പറ്റും. നമ്മൾ ആ വള്ളം ഇവിടെ നിന്ന് മാറ്റി. അപ്പം നമുക്ക് താഴത്ത് വെള്ളത്തിൻ്റെ അടിയിൽ ചത്ത് കിടക്കുന്ന മീനുകൾ കാണാം. ചിലപ്പോൾ അത് ചീഞ്ഞിട്ടില്ല, ചീയാറായിട്ടുള്ള മീനാണ്. അത് നമുക്ക് കാണാം. നിങ്ങൾക്ക് ഇതിൽ വ്യക്തമായിട്ട് കാണാൻ പറ്റുമോ എന്നറിയില്ല. സൂം ചെയ്തിട്ടും നമുക്ക് നേരിട്ട് കൃത്യമായിട്ട് കാണാൻ പറ്റുന്നുണ്ട്. ഇവിടെയൊക്കെ മീനുകൾ ചത്ത് കിടക്കുകയാണ്. പുതുവെള്ളം കയറിയതിൻ്റെ പ്രശ്നമാണ്. അതുകൊണ്ടാണ് ഈ മീനുകൾ ചത്തേക്കുന്നതെന്നാണ് അറിയാൻ കഴിഞ്ഞത്. എന്നാലും കോണത്തുപുഴയിൽ ഇന്ന് രാവിലെ എണീക്കുമ്പോൾ കാണുന്നത് ഈ ഒരു കാഴ്ചയാണ്.
കോണത്തുപുഴയിലും മൊത്തം മീനുകളും ഇപ്പോൾ ഏകദേശം വലിയ മീനുകളും ചെറിയ മീനുകളൊക്കെ ചത്തിട്ടുണ്ട്. പരൽ കുഞ്ഞുങ്ങളും ഒക്കെ ഇവിടെ കിടക്കുന്നത് കാണാം. അതിൻ്റെ കാരിക്കുഞ്ഞുങ്ങളും എല്ലാം ഉണ്ട്, അതൊക്കെ ചത്ത് പൊങ്ങിയിട്ടുണ്ട്. അവിടെയൊക്കെ ഒരു വലിയ മീനുകളൊക്കെ ചത്ത് കിടക്കുന്നതൊക്കെ കാണാൻ പറ്റും. ഭയങ്കര കാഴ്ചയാണിത്. ഇപ്പോൾ 2 ദിവസം ഇതേപോലെ തന്നെ ആയിരിക്കും പുഴ ഉണ്ടാകുക എന്നാണ് അറിയുന്നത്. ഇവിടെ നോക്കാം, ഇതൊക്കെ നമുക്ക് ഈ ഒരു രീതിയിലാണ് കാണാൻ പറ്റുന്നത്. നമുക്ക് അച്ഛൻ വള്ളമായിട്ട് പോയിട്ട് തിരിച്ചു വരുന്നുണ്ട്. ഇവിടെ വല നീട്ടിട്ടുണ്ടായിരുന്നു, ആ വല കിട്ടിയാൽ നോക്കാനാണ്. മിക്കവാറും ഒഴുകിപ്പോയിട്ടുണ്ടാകാനാണ് ചാൻസ്. ഒഴുക്കിൽ വലയിട്ട് കിട്ടിയതാണ്. നമുക്ക് 3 വാളേനെ കിട്ടിയിട്ടുണ്ട്. മഞ്ഞക്കുരി വാളയൊക്കെ കിട്ടിയിട്ടുണ്ട്. നമുക്ക് 3 അത്യാവശ്യം നല്ല വലിപ്പമുള്ള വാളയാണ്. നല്ല ഇതുണ്ട്, സൂപ്പർ വാളയാണ് ഇപ്പോൾ കിട്ടിയിരിക്കുന്നത്. ചെറിയൊരു മഞ്ഞപ്പ് വീണിട്ടുണ്ട്, എന്നാലും നല്ല സാധനം തന്നെയാണ് ഇപ്പോൾ കിട്ടിയിരിക്കുന്നത്. നമുക്ക് നോക്കാം, ശ്വാസം കിട്ടാണ്ട് ജീവന് വേണ്ടി പെടയുന്നൊരു മീനെ നമുക്ക് അവിടെ കാണാം. ജീവൻ ശ്വാസം എടുക്കാൻ വേണ്ടി വട്ടം കറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഏകദേശം അതും മരിക്കാറായിട്ടുണ്ട്, കാരണം അത് ചരിഞ്ഞ് ഇതായിട്ടാണ് ഇപ്പോൾ പൊയ്ക്കൊണ്ടിരിക്കുന്നത്. കുഞ്ഞു മീനുകളൊക്കെ, അതെ, ചെറിയ കുഞ്ഞുങ്ങളൊക്കെ നടന്നു വന്ന് കാണാം. ഇവിടെ കണ്ട മീനുകളൊക്കെ ഇങ്ങനെ ചത്തുപൊങ്ങി കിടക്കുകയാണ്. ഈ കൂരിയും അതേപോലെയുള്ള എല്ലാം ഇങ്ങനെ ചത്തുപൊങ്ങി കിടപ്പുണ്ട്. കുറേ സാധനങ്ങളൊക്കെ ഇങ്ങനെ ഒഴുകിയും പറ്റുന്നുണ്ട്, മീനുകൾ ചത്ത്. ഇനിയിപ്പോൾ പുതു വെള്ളം കയറി ഇപ്പോൾ ഇതായല്ലോ, ചത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇത് വെള്ളം നന്നായാൽ മാത്രമേ ഇനി മീനുകൾക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ പറ്റുള്ളൂ. ഇപ്പോൾ പുതുവെള്ളം കയറി അവർക്ക് ശ്വാസം കിട്ടാത്ത, ഓക്സിജൻ അളവൊക്കെ കുറഞ്ഞ് ഒരു രീതിയിൽ നിന്ന് മാറിയിട്ടുണ്ട്. ഇനിയിപ്പോൾ വീണ്ടും ഇനി നല്ല വെള്ളം കയറണം. ആ നല്ല വെള്ളം വന്നാൽ മാത്രമേ ഇനിയിപ്പോൾ മീനുകൾ കിട്ടുകയുള്ളൂ. ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ഈ ചെറിയ മീനുകളൊക്കെ ഈ വെട്ടിക്കൊണ്ടിരിക്കുന്നു. അവർക്ക് ശ്വാസം എടുക്കാൻ വേണ്ടി മുകളിൽ വന്ന് പോകുന്നതിൻ്റെ ഓരോ കാര്യങ്ങൾ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റും. അതിൻ്റെ ഓളങ്ങളൊക്കെ ഈ കാണാൻ പറ്റും. ഒഴുക്കിൻ്റെ ഒപ്പം തന്നെ നമുക്ക് ഇവിടെ കാണാം. നമുക്ക് നോക്കാം, ഇറക്കമായതുകൊണ്ട് തന്നെ വെള്ളം ഒട്ടുമില്ല. ഇപ്പം മിക്ക മീനുകളും മണ്ണിൽ തന്നെ കിടക്കുന്നതൊക്കെ കാണാം. അതുപോലെ പരുന്തുകളൊക്കെ മിക്കതും റാഞ്ചി എടുക്കുന്നുണ്ട് മീനുകളെ. അതൊക്കെ നമുക്കിവിടെ കാണാൻ പറ്റില്ല. നമുക്കൊരു കൊക്ക് പറന്നു പോകുന്നതാണ്. ഇതൊരു ദേശാടന പക്ഷിയാണ്. ഇനിയിപ്പോൾ ഇവിടെ കൊക്കുകളൊക്കെ കൂടുതലായിട്ടും വരും, കാരണം അത് രീതിയിൽ മീനുകൾ ഇപ്പോൾ ചത്തുപൊങ്ങിയിട്ടുണ്ട്. കൊക്കുകളും പരുന്തുകളൊക്കെ ഇനിയിപ്പോൾ ഇവിടെ കൂടുതലായിട്ടുണ്ടാകും. ആ രീതിയിലെല്ലാം വന്നിട്ടുണ്ട്. നമ്മളിപ്പോൾ രാവിലെ തന്നെയാണ് ഇപ്പോൾ ഈ വീഡിയോ എടുക്കുന്നത്. ഇനിയിപ്പോൾ വൈകിട്ടാകുമ്പോൾ ഇതിൽ കൂടുതൽ മീനുകളെയൊക്കെ കാണാൻ പറ്റുമെന്നാണ് തോന്നുന്നത്. മിക്കതും അങ്ങോട്ട് ഒഴുകിപ്പോകുന്നുണ്ട്. ഈ ഒഴുകിപ്പോകാണ്ട് ഈ സൈഡിൽ നിൽക്കുന്നതിനെയൊക്കെ ഇവിടെ തന്നെ കിടക്കാനാണ് ചാൻസ്. ഇനിയിപ്പോൾ ഇതിനെയൊക്കെയാണ് ഇനിയിപ്പോൾ കൊക്കുകളും മറ്റും വന്ന് ഇനിയിപ്പോൾ കഴിക്കാൻ പോകാൻ സാധ്യതയുള്ളത്. നമ്മൾ വൈകിട്ടായപ്പോൾ ഇവിടെ വന്നിട്ടുണ്ട്, പുഴയുടെ സൈഡിൽ വന്നിട്ടുണ്ട്. ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ മീനുകൾ അതേപോലെ തന്നെ ചത്ത് കിടക്കുകയാണ്. അതേപോലെ തന്നെ നേരത്തെ ഒഴുക്ക് നേരത്തെ രാവിലെ കണ്ടതിനൊക്കെ എതിർവശത്തേക്ക് ആയതുകൊണ്ട് നേരത്തെ ചത്തൊഴുകിപ്പോയച്ച മീനുകളൊക്കെ അതേപോലെ തന്നെ തിരിച്ചു വരുന്നുണ്ട്. അതുപോലെ തന്നെ നമുക്ക് നോക്കാം, ഈ കൊക്കും ഒരു ദേശാടന കിളിയും അവിടെ ഇരിക്കുന്നത്. ആ വന്ന പായലിലിരുന്ന് മീനെ പിടിക്കാൻ നോക്കുന്നത് നമുക്ക് കാണാം. അവരെന്തോ കണ്ട് അതിനെ പിടിക്കാൻ നോക്കുന്നുണ്ട് ആ കിളി.
രണ്ടും പേരും എന്തോ കണ്ടിട്ട് അവിടെ നിന്ന് അതിനെ വേട്ടയാടാനുള്ള തയ്യാറെടുപ്പിലാണെന്ന് തോന്നുന്നു. ഇത് കാണാം, രണ്ടുപേരും ശ്രദ്ധിച്ച് നിൽക്കുന്നത്. ഒരു തത്ത ഇപ്പം അങ്ങോട്ട് പറന്നുപോയി. അവർ നോക്കിയിരുന്ന് പിന്നെ അവർ ഇവിടേക്ക് മാറിയിട്ടുണ്ട്. ഇവിടെയൊക്കെ മിക്കയിടത്തും ഇവിടെ കാണുന്ന പൊട്ടുപാടൊക്കെ മീൻ ചത്ത് പൊങ്ങി ഒഴുകി പോകുന്നതാണ്. നമുക്ക് കാണാം, നിറച്ച് മീനുകളാണ് ഇപ്പം ചത്ത് പൊങ്ങി കിടക്കുന്നത്. കണ്ടോ, രീതിയിൽ നിറച്ച് മീനുകൾ ഇവിടെ ചത്ത് പൊങ്ങി കിടക്കുകയാണ്. നമുക്ക് കാണാം, പരുന്തുകളൊക്കെ ഇവിടെ മീൻ പിടിക്കാനായിട്ട് വന്നിട്ടുണ്ട്. ചത്ത് കിടക്കുന്ന മീനെടുക്കാൻ പരുന്തുകളുമൊക്കെ വന്നിട്ടുണ്ട്. ഓരോ പരുന്തുകളും ഇപ്പം എടുത്തിട്ട് അപ്പുറത്ത് പാടത്ത് തെങ്ങുകളിൽ ഇപ്പോൾ ഇരിക്കുകയാണ്. അവിടെ കൊക്കും എല്ലാം വന്നു നിൽക്കുന്നതാണ്. ഇനിയിപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഈ രാവിലെ പറഞ്ഞ പോലെ ഇതും വെള്ളം കയറുക, നല്ല വെള്ളം കയറി ഇത് ശുദ്ധമായാൽ മാത്രമേ ഇനിയിപ്പോൾ മീനുകൾക്ക് വരുള്ളൂ. ഇവിടെ കാണുന്ന മിക്ക മീനുകളും ഈ ഒരു രീതിയിൽ തന്നെ ചത്ത് മിക്കവാറും പൊങ്ങും. 2 ദിവസം ഇന്ന് തന്നെ ബാക്കിയുള്ള മീനുകളും ചത്തു പൊങ്ങാൻ ചാൻസ് ഉണ്ടെന്നാണ് പറഞ്ഞത്. കാരണം എല്ലാ മീനുകളും ഇപ്പോൾ ശ്വാസം കിട്ടാൻ വേണ്ടി മുകളിലേക്ക് വരുന്നതാണ്. നമുക്ക് അവിടെ ദൂരെയൊക്കെ പരുന്തുകളൊക്കെ ഓരോ മീനിനെ റാഞ്ചി പോകുന്ന കാണാം. ഇതൊക്കെ മീനെ പിടിക്കാനായിട്ടുള്ള പോക്കാണ്. അവിടെ പരുന്തും എല്ലാം ഉണ്ട്. അക്കരയിലാണേലും കൊക്കും എല്ലാം ഈ സെയിം രീതിയിൽ തന്നെയാണ് ചെയ്യുന്നത്. അവിടെ കൊക്കും ഈ മീനുകളെ നോക്കി തന്നെയാണ് അവർ പോയിക്കൊണ്ടിരിക്കുന്നത്. അങ്ങ് ദൂരത്തും ഒരു പരുന്തൊക്കെ പറന്ന് പോകുന്നതാണ് കൊത്തിയെടുത്ത്. ശരിക്കും പറഞ്ഞാൽ ഇത് മത്സ്യത്തൊഴിലാളികളെ ശരിക്കും അഫക്റ്റ് ചെയ്യുന്ന ഒരു കാര്യമാണ്, ഇങ്ങനെ മീൻ ചത്തു പൊങ്ങുന്നതെന്ന് പറയുമ്പോൾ. കാരണം അവർക്ക് ഇനിയിപ്പോൾ ഈ കിട്ടുന്നത് എങ്ങനത്തെ ടൈപ്പ് വല ഇട്ടാൽ തന്നെ അത് ചത്ത മീനാണോ അതോ ജീവൻ ഉണ്ടായിരുന്നതാണോ എന്നൊക്കെ നോക്കി അറിയേണ്ട അവസ്ഥയിലേക്ക് വരുന്നുണ്ട്. കാരണം പിന്നെ ഇത് കിട്ടുന്ന മീന് ചീമ്പ് മണം ഉണ്ടാവും, ചീഞ്ഞൊരു മണമൊക്കെ ഉണ്ടാവും വലയിടുന്നവർക്ക്. നമുക്ക് ഇതേപോലെ ഇതിലാണ് രാവിലെ 3 വാളേനെ കിട്ടിയത്. കാരണം ഇതേപോലെ ഇതായി മയങ്ങി നിൽക്കുന്ന ടൈം ആയതുകൊണ്ട് നമുക്ക് ആ വാളേനെ പിടിച്ചെടുക്കാൻ പറ്റിയതാണ്. ഇല്ലായിരുന്നെങ്കിൽ വാളേനെ ഒന്നും കിട്ടില്ലായിരുന്നു. പരുന്തൊക്കെ പോകുന്നതാണ്. നമുക്ക് ഈ മീനെ പിടിക്കാനായിട്ടെല്ലാം താഴ്ന്നാണ് ഈ പറന്നുകൊണ്ടിരിക്കുന്നത്. എന്നാൽ മാത്രമേ മീനെയൊക്കെ കിട്ടുകയുള്ളൂ എന്ന രീതിയിൽ. ഇനിയിപ്പോൾ 2 ദിവസം കഴിഞ്ഞ് ഇവിടെ കൊക്കുകളെ ഇതിനെയൊക്കെ കൊണ്ട് നിറയും. കാരണം ഇതേപോലെ ഒരു ടൈമിന് വരുമ്പോൾ മീൻ ചത്തു പൊങ്ങി ആ രീതിയിൽ കൊക്കുകളും എല്ലാം ഉണ്ടാകുന്നതാണ്. അപ്പോൾ ഇത്രയുള്ള വീഡിയോ നമ്മുടെ ഈ പുഴയിൽ ഇതേപോലെ മീൻ ചത്തു പൊങ്ങിയതും മറ്റൊക്കെ കാണിക്കാനാണ് ഒരു വീഡിയോ ഇട്ടത്. അപ്പോൾ ഇത്രയുള്ള വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ വേറൊരു കാര്യം, ചിലവർ ചോദിക്കും അപ്പോൾ ഇത് മറ്റേ വല്ല വിഷവും കലക്കി വയ്ക്കുന്നതാണ്. അത് വിഷവും ഇതൊന്നുമല്ല കലക്കി വയ്ക്കുന്നത്. കാരണം ഈ ടൈമിന് ഇതേപോലെ ഉണ്ടാകുന്ന ഈ വെള്ളം ഷട്ടർ തുറക്കുകയും അതോടുകൂടി വെള്ളം അങ്ങോട്ടും ഇങ്ങോട്ടും മാറുന്ന ടൈമിന് അതൊരു കാരണമാണ്. പിന്നെ ഉള്ളതാണ് ഈ നമ്മുടെ പാടത്തു നിന്നുള്ള മോശം വെള്ളം നമ്മുടെ പുഴയിലേക്ക് ഇറങ്ങി വരുന്നത്, അതും ഒരു കാരണമാണ്. ഈ 2 കാരണങ്ങൾ കൊണ്ടാണ് ഇങ്ങനെ ഈ മത്സ്യം ചത്തു പൊങ്ങാനുള്ള കാരണം. അപ്പോൾ ഇത് ഞാൻ നേരത്തെ പറഞ്ഞില്ലെന്ന് തോന്നുന്നു, അതുകൊണ്ടാണ് ഒന്നും കൂടി പറഞ്ഞത്. അപ്പോൾ ഇത്രയുള്ള വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഓക്കെ, അപ്പോൾ ഇനി അടുത്ത വീഡിയോ ആയിട്ട് ഉടനെ വരാമെന്ന പ്രതീക്ഷയിൽ നിർത്തുന്നു. ഓക്കെ, അപ്പോൾ ബൈ.